സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം ഇന്നും നടന്നില്ല. സാങ്കേതിക പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്ന് ശമ്പളം ലഭിക്കാൻ ഇനി തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ സർവീസ് സംഘടനകൾ രംഗത്ത് വന്നു. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. അലക്സ, ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം എന്നത് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ലാത്ത പ്രശ്നമായി നിൽക്കുന്നു. ഈ സാങ്കേതിക പ്രശ്നം എന്നതാണല്ലോ അവർ പറയുന്ന ഒരു കാരണം. ഇത് എത്രത്തോളം ശരിയാണ്? ഈ സാഹചര്യം എന്ന് മാറും? ഗോപി, 1-ാം തീയതി വേതനം കിട്ടേണ്ടത് ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർക്കാണ്. വിവിധ വകുപ്പുകൾ, സെക്രട്ടേറിയറ്റ്, റവന്യൂ, ജലസേചന വകുപ്പ്, ട്രഷറി, നികുതി തുടങ്ങി നിരവധി വകുപ്പുകളിലെ ജീവനക്കാർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അവർക്കാണ് ശമ്പളം മുടങ്ങിയത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്, ഇവർക്ക് ഇവരുടെ ശമ്പളം ട്രഷറി അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ട്രഷറി അക്കൗണ്ടുകളിൽ നിന്ന് ട്രഷറി അക്കൗണ്ടായി ഇലക്ട്രോണിക് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ പണം വന്നിട്ടുണ്ട്. അത് സർക്കാർ രേഖകളിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പണം അവർക്ക് ബാങ്കുകളിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ജീവനക്കാർ തന്നെ പറയുന്നത്, സർക്കാർ ഈ അക്കൗണ്ടുകൾ, അതായത് ട്രഷറി അക്കൗണ്ടുകൾ മരവിപ്പിച്ചതാണ് ഈ പണം പിൻവലിക്കാൻ സാധിക്കാതെ പോകുന്നതെന്നാണ് അവർ പറയുന്നത്. ഫലത്തിൽ ട്രഷറി അക്കൗണ്ടിൽ ശമ്പളം എത്തിയെന്ന് കാണിച്ചെങ്കിലും തുക ബാങ്കിലേക്ക് കൈമാറാനോ പിൻവലിക്കാനോ കഴിയാത്തതാണ് ഈ ശമ്പള പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധത്തിലാണ് സർക്കാർ ജീവനക്കാർ. അതിൽ തന്നെ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. ജീവനക്കാർ പറയുന്നത് ലോണുകളും ഒപ്പം EMI അടക്കമുള്ള തിരിച്ചടവുകൾ ഉണ്ട്. അത് 1-ാം തീയതി അടയ്ക്കേണ്ടതാണ്. അവയിൽ പലതും മുടങ്ങിയിട്ടുണ്ട്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമോ നൽകിയിരുന്നില്ല. തങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം ലഭിക്കില്ല എന്ന ഒരു നിർദ്ദേശമൊന്നും നൽകിയിരുന്നില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. അതേസമയം തന്നെ ഈ ട്രഷറി ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ട് പണം കൈപ്പറ്റുന്ന ജീവനക്കാർക്ക് മുടക്കമില്ലാതെ ശമ്പളം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സാങ്കേതിക പ്രശ്നമൊന്ന് തടിയൂരാനാണ് ധനമന്ത്രി ശ്രമിച്ചത്. ആ വിഷയം പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല, അതിന് പുറമെ കേന്ദ്രം പണം തടഞ്ഞു വെച്ചതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായതെന്നും KN ബാലഗോപാൽ. ശരി അലക്സ്, ഏതായാലും പല ന്യായീകരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, തിങ്കളാഴ്ചയെ പരിഹരിക്കാൻ കഴിയൂ എന്നൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അലക്സറ മുഹമ്മദ്.